ഇന്ത്യക്ക് വെല്ലുവിളിയായി ചൈനയിൽ നിന്നും അന്തർവാഹിനികൾ വാങ്ങിയ പാകിസ്ഥാനെ ശക്തമായി തിരിച്ചടിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. 1971 ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷം ഇതാദ്യമായി ബംഗാൾ ഉൾക്കടലിൽ സജീവ നാവിക സാന്നിധ്യം ഉറപ്പിക്കാനുള്ള പദ്ധതികളുമായി പാകിസ്ഥാൻ രംഗത്തിറങ്ങുമ്പോൾ അതിനെ പൂട്ടാനുള്ള പദ്ധതികളുമായിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ചൈനയിൽ നിന്നും വാങ്ങുന്ന 8 അന്തർവാഹിനികളിൽ ആദ്യത്തേത് പാകിസ്ഥാനിലെത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 3 നാവിക കപ്പലുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച കമ്മീഷൻ ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ അതിശക്തമായ വമ്പൻ നീക്കങ്ങൾ ഇന്ത്യയും നടത്തുന്നുണ്ട് എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. നൂതന സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ INS ദുനഗിരി, വലിയ സർവേ കപ്പലായ INS സൻശോധക്, അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പലായ INS അഗ്രെ എന്നിവയാണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. തദ്ദേശീയമായി നിർമ്മിച്ച 3 ഫ്രണ്ട് ലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഉൾപ്പെടുത്തൽ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോയും കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും രൂപകൽപ്പന ചെയ്ത് GRSC നിർമ്മിച്ച ഈ കപ്പലുകൾ സമുദ്ര പോരാട്ടം, ഹൈഡ്രോഗ്രാഫിക് സർവേയിങ്, അന്തർവാഹിനി വിരുദ്ധ യുദ്ധം എന്നിവയിലെ പ്രധാന പ്രവർത്തന ശേഷികളെ പ്രതിനിധീകരിക്കുന്നു. ശേഷി വികസനം, ജലപ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തൽ, സമുദ്ര അവബോധം വർദ്ധിപ്പിക്കൽ, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ നിന്നും തീരദേശ ജലത്തെ സുരക്ഷിതമാക്കൽ എന്നിവയിലേക്കുള്ള നാവികസേനയുടെ സമതുലിതമായ സമീപനത്തെ അവ ഒരുമിച്ച് പ്രതിഫലിപ്പിക്കുന്നു. ഒരു പ്രസ്താവനയിൽ പറയുന്നു, 5ാമത്തെ പ്രോജക്ട് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റായ ദുനഗിരിയിൽ ബ്രഹ്മോസ് ഉപരിതല മിസൈലുകൾ, മീഡിയം റേഞ്ച് ഉപരിതല വായു മിസൈൽ സംവിധാനം എന്നിവയുൾപ്പെടെ നൂതന ആയുധങ്ങളും സെൻസറുകളും സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് നാവികസേനയുടെ പോരാട്ട ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. 4ാമത്തെ സർവേ വെസലായ സൻശോധക് പ്രതിരോധ സിവിൽ ആപ്ലിക്കേഷനുകൾക്കായി തീരദേശ ആഴക്കടൽ ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കും സമുദ്രശാസ്ത്ര ഭൂഭൗതിക ഡേറ്റ ശേഖരണത്തിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ്, റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് എന്നിവയുൾപ്പെടെയുള്ള നൂതന സർവേ സംവിധാനങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. അർണാല ക്ലാസ് ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റിലെ 4ാമത്തെ വിമാനമായ അഗ്രേ കടലോര ജലത്തിലെ വെള്ളത്തിനടിയിലുള്ള ഭീഷണികൾ കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ഭാരം കുറഞ്ഞ ടോർപിഡോകൾ, തദ്ദേശീയ റോക്കറ്റ് ലോഞ്ചറുകൾ, ആഴം കുറഞ്ഞ ജല സോണാർ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ ആവാസ വ്യവസ്ഥയുടെ വളർന്നുവരുന്ന പക്വതയാണ് ഈ 3 പ്ലാറ്റ്ഫോമുകളും പ്രകടമാക്കുന്നത്. തദ്ദേശീയ ഉള്ളടക്കത്തിന്റെ അളവ് 75%-ലധികമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 200-ലധികം MSMEകൾ ഉൾപ്പെടെ ഇന്ത്യൻ വ്യവസായത്തിന്റെ വിപുലമായ പങ്കാളിത്തം ഇവയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും ഗണ്യമായ തൊഴിൽ സൃഷ്ടിച്ചു. ആത്മനിർഭർ ഭാരതിന്റെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഇന്ത്യയുടെ സമുദ്രശേഷി ശക്തിപ്പെടുത്തുന്നതിലും ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ നാവികസേന, പൊതുമേഖലാ കപ്പൽശാലകൾ, സ്വകാര്യ വ്യവസായം, MSMEകൾ എന്നിവയുടെ സഹകരണ ശ്രമങ്ങളെ ഈ കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നത് എടുത്തു കാണിക്കുന്നതായി പ്രസ്താവനയിൽ പറയുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.